നമസ്കാരം. ഇസ്രയേൽ ശപഥം ചെയ്തിരിക്കുന്നത് തന്നെ ഹമാസിനെ തീർത്തേ അടങ്ങൂ എന്നാണ്. മൊസാദ് ആണെങ്കിൽ എല്ലായിടത്തും പാറി നടക്കുന്നു. ഖത്തർ കേന്ദ്രീകരിച്ചാണ് ഹമാസ് നേതാക്കൾ ഒളിച്ചു താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിൽ ഏത് സമയത്ത് ബോംബ് പെട്ടുവെന്നും ആശങ്കയുണ്ട്. IDF ആണെങ്കിൽ കയറുന്ന ഇടങ്ങളെല്ലാം ശവപ്പറമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇപ്പോഴിത് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതാവിനെയും വധിച്ചുവെന്ന വാർത്തകളും ഇതിനിടയിൽ വരുന്നു. സാധാരണ ജനങ്ങളെ കുരുതി കൊടുത്തുകൊണ്ടാണ് ഹമാസ് ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. അതിനിടയിൽ മറ്റൊരു വാർത്തയും കൂടി വന്നു. ഹമാസ് നേതാവ് യഹിയ സിൻവർ മരിച്ചു എന്നുള്ള വാർത്ത എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിയില്ല. പക്ഷെ അങ്ങനെ ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ്. ഹമാസ് നേതാവ് യഹിയ സിൻവർ എവിടെയാണെന്ന വിവരം 2-3 ആളുകൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ലെന്നാണ് റിപ്പോർട്ട്. ലണ്ടൻ ആസ്ഥാനമായുള്ള അഷർക്ക് അൽ ഔസത്ത് എന്ന പത്രമാണ് ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2-3 പേർ അടങ്ങിയ സംഘത്തിന് മാത്രമാണ് അദ്ദേഹം എവിടെയാണെന്ന വിവരം അറിയാവുന്നത്. അവരാണ് അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടാതെ ഗാസയിലും പുറത്തുമുള്ള നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ ആശയവിനിമയം ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഹമാസിന്റെ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ 1-2 നിലയിലെ നേതാക്കളിൽ പലരെയും കണ്ടെത്തുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നുണ്ട്. അതേസമയം ചിലരെ അവർ വധിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പലർക്കും പരിക്കേറ്റു, ചിലർ രക്ഷപ്പെട്ടു. വിവിധ പ്രദേശങ്ങളിലെ ബോംബാക്രമണത്തിൽ നിന്നാണ് പലരും രക്ഷപ്പെട്ടത്. എന്നാൽ ഇക്കൂട്ടത്തിൽ സിൻവാർ ഇല്ല. ഹമാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇങ്ങനെയാണ് പത്രത്തോട് പറഞ്ഞത്. അതേസമയം സിൻവാർ തുരങ്കത്തിലാണോ മുകളിലാണോ കഴിയുന്നതെന്ന വിവരവും വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തന്നെ നാടുകടത്താനുള്ള കരാർ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിൻവാർ 2 വഴികളാണ് ആലോചിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുക, അധിനിവേശ സേനയെ പുറത്താക്കുക, ബന്ദി കൈമാറ്റ കരാറിലെത്തുക എന്നിവയാണ് ഒരു വഴി. രക്തസാക്ഷിത്വത്തിന്റെ ബഹുമതി ലഭിക്കുകയാണ് രണ്ടാമത്തെ വഴി. ഇതിനപ്പുറം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചിന്തയിൽ മറ്റു വഴികളില്ല. ഗാസയിൽ നിന്നുള്ള നാടുകടത്തൽ സിൻവാറിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒക്ടോബർ 7 തൂഫാനുൽ അക്സ ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രം യഹിയ സിൻവാർ ആണെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഇദ്ദേഹത്തെ നാടുകടത്താൻ ഇസ്രായേൽ ശ്രമിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹമാസിന്റെ എല്ലാ നേതാക്കളെയും പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുകയെന്നത് ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഒക്ടോബർ 10 നിരവധി കുടുംബാംഗങ്ങളുമായി യഹിയ സിൻവാർ നടന്നു പോകുന്നതായി അവകാശപ്പെട്ടുള്ള ചിത്രം ഫെബ്രുവരിയിൽ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. അതേസമയം തെക്കൻ ഗാസയിൽ ബോംബാക്രമണം കടുപ്പിച്ച ഇസ്രായേൽ വീണ്ടും ആളുകളെ ഒഴിപ്പിക്കുന്നു. ഖാൻ യൂനിസിലും റഫയിലുമുള്ളവർ പ്രയോജനപ്പെടുത്തിയിരുന്ന യൂറോപ്യൻ ഗാസ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് 2.5 ലക്ഷം പലസ്തീൻകാരോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. ഖാൻ യൂനിസിന് സമീപം അൽ ഖരാര, ബാനി സുഹൈല പ്രദേശങ്ങളിൽ നിന്ന് പലായനം തുടങ്ങി. തെക്കൻ ഗാസയിലെ ഇപ്പോഴത്തെ നടപടികളുടെ യുദ്ധത്തിന്റെ രൂക്ഷഘട്ടം അവസാനിക്കുകയാണെന്നും ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി സൈനിക നീക്കം ഒതുങ്ങുമെന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഹമാസിന്റെ യുദ്ധക്ഷമതയും പോരാട്ട ശേഷിയും തകർക്കാനായെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം. എന്നാൽ ഇനിയും വർഷങ്ങളോളം യുദ്ധം ചെയ്യാനാകുമെന്നാണ് ഹമാസ് പറയുന്നത്. ഗാസ സിറ്റിയിൽ പട്ടാള ടാങ്കുകളുടെ ഷെല്ലാക്രമണത്തിൽ 17 പലസ്തീൻകാരോളം കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിൽ 27 പലസ്തീൻകാർ ഇക്കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. 81 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. 9 മാസം പിന്നിട്ട യുദ്ധത്തിൽ ഇതുവരെ 37,925 പലസ്തീൻകാരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട്. US, UK, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട 4 കപ്പലുകൾ ആക്രമിച്ചതായി യമനിലെ ഹൂതികളും പറയുന്നു. ചെങ്കടലിലും അറബിക്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായാണ് ആക്രമണം നടത്തുന്നത്. അതിനിടെ ഗാസ യുദ്ധത്തിന് സമാനമായ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുക്കൾ $400 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഇറാനും സിറിയയ്ക്കും ഉത്തര കൊറിയയ്ക്കുമെതിരെ US കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദി.